നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ പൈതലായിട്ട് മാറുകയാണ്. അത് വലിയ ഒരു നമ്മുടെ ഉള്ളിലെ അനേകം ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ഒരനുഭവമാണ്. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് എന്ന അനുഭവം. നമുക്കറിയാം, പിതാവായ ദൈവത്തിൻ്റെ ഓമനപുത്രനായ ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്ന് ആ പുത്രത്വം നമുക്കെല്ലാവർക്കും പങ്കുവെച്ചു തന്നു. അങ്ങനെ യേശു പിതാവിനെ വിളിച്ചതുപോലെ നമുക്കെല്ലാവർക്കും ദൈവപിതാവിനെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ യേശു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വഴി നമ്മളൊരു ബന്ധത്തിലേക്കാണ് കടന്നു വരുന്നത്. ഒരു സംഘടനയിലേക്കൊന്നുമല്ല, നമ്മൾ ഒരു വലിയ ബന്ധത്തിലേക്ക് വരികയാണ്. ആ ബന്ധം ഇന്ന് വരെ നമുക്കുണ്ടായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും അതിശയിക്കുന്ന ബന്ധമാണ്. നമ്മുടെ കുടുംബത്തിലെ ബന്ധത്തെ പോലും അതിശയിക്കുന്ന ബന്ധമാണ് നാം യേശുവിനെ സ്വീകരിച്ചത് വഴി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈശോയുടെ പ്രസിദ്ധമായ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടല്ലോ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന വാഗ്ദാന വചനം. ആ വചനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇതുവരെയും ഉണ്ടായിരിക്കുന്ന ബന്ധത്തെ ആ ബന്ധത്തെ എല്ലാം അതിശയിക്കുന്ന ഒരു ബന്ധം, അതിനേക്കാൾ ആഴമേറിയ ഒരു ബന്ധത്തിലാണ് യേശു വിശ്വാസം വഴി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹല്ലേലൂയ! ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള വലിയ അനുഗ്രഹം. ഗലാത്യ ലേഖനം 4:6 പറയുന്നുണ്ട്, നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ് എന്ന്. സ്വർഗീയ പിതാവിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളുടെയും അവകാശിയായി നമ്മൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 23 ദാവീദ് ചൊല്ലിയത്, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവില്ല. അങ്ങനെ നമ്മുടെ ഉള്ളം വലിയ സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒരു ഉള്ളമായി നമുക്ക് രൂപാന്തരപ്പെടുത്താം. നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളർത്തിക്കളയുന്ന എന്തെങ്കിലുമൊക്കെ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് കൂടുതൽ ഊർജ്ജസ്വലരായി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ കൺവെൻഷൻ നമ്മളെ സഹായിക്കണം. അങ്ങനെ ഓരോ നിമിഷവും യേശുക്രിസ്തുവിൽ വീണ്ടും ജനിക്കുവാൻ അവിടെ നമ്മളെ സഹായിക്കട്ടെ. അതിനുള്ള വലിയ അനുഗ്രഹം ഈ കൂട്ടായ്മയിലേക്ക് ദൈവം ചൊരിയട്ടെ. ഈശോയെ എന്ന നാമം നമ്മൾ ഉച്ചരിക്കുമ്പോഴൊക്കെ നമ്മളിൽ വലിയ അഭിഷേകം അവിടുന്ന് പകർന്നു തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി ആളുകൾ ഈ ധ്യാന മന്ദിരത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഇവിടെ വന്ന് വചനം കേട്ട് വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാം അവരുടെ ഇടവകളിലുമൊക്കെയായി അവിടെയുള്ള എല്ലാ ശുശ്രൂഷകളിലും പങ്കുചേർന്ന് വിശ്വാസത്തിൽ സാക്ഷികളായി ജീവിക്കുന്നു. നമുക്ക് അവരെല്ലാം നമ്മുടെ ഈ കൺവെൻഷനിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. രണ്ട് കരങ്ങൾ മുകളിലേക്ക് ഉയർത്തി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൈകൾ താഴെയിടുക. കാരുണ്യവാനായ കർത്താവേ, സ്നേഹമുള്ള ഈശോയെ, അങ്ങേ അറിയുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ഏതവസ്ഥയിൽ നിന്നാണ് യേശു വിശ്വാസത്തിലേക്ക് വന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിരവധി അന്ധവിശ്വാസങ്ങളും ഭയപ്പെടുത്തുന്ന നിരവധി വികാരങ്ങളും ഞങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്ന നിമിഷത്തിലാണ് അതിൽ നിന്നെല്ലാം ഞങ്ങളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് കൂരിരുളിൽ നിന്ന്
വലിയ പ്രകാശത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ വിളിച്ചുണർത്തി. അതിനെ ഓർത്ത് ഞങ്ങൾ ഈശോയ്ക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ഈശോയെ, വർഷങ്ങളായി ഞങ്ങളും ഞങ്ങളുടെ മാതാക്കന്മാരും കഴിഞ്ഞ കാല തലമുറയും ആചരിച്ചു പോന്ന നിരവധി ആചാരങ്ങളുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഞങ്ങളെ ആ ചങ്ങലയിൽ നിന്നെല്ലാം അത്ഭുതകരമായി മോചിപ്പിക്കത്തക്ക വണ്ണം അവിടത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നീ പകർന്നു തന്നതിനെ ഓർത്ത് ആയിരം ആയിരം നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു. ഈ വിശ്വാസം ഞങ്ങൾക്ക് നൽകിയ വലിയ സ്വാതന്ത്ര്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ സ്വാതന്ത്ര്യം ഈ ലോകത്തിൽ യാതൊന്നിനും ഇനി ഞങ്ങളെ അടിമയാക്കുവാൻ സാധ്യമല്ല. എല്ലാവിധ ഭയത്തിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കുന്ന അവിടുത്തെ അളവില്ലാത്ത സ്നേഹം ആഴത്തിൽ അനുഭവിക്കുവാൻ കർത്താവേ, നീ ഞങ്ങളെ ഓരോ നിമിഷവും നീ നിൻ്റെ വചനത്തിലേക്ക്, നിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ വിളിച്ചുയർത്തുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഈ കൂട്ടായ്മയിലേക്ക് അയക്കണമേ. ആത്മാവെ എഴുന്നള്ളി വരണമേ, അഭിഷേകം നൽകണമേ. വചനം ഗ്രഹിക്കുവാൻ, യേശുവിനെ അറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിക്കുവാൻ ഞങ്ങളെ സജ്ജമാക്കണമേ. ദൈവകൃപയുടെ മുമ്പിൽ ഹൃദയത്തെ തുറക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം.